നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയുടെ തമ്പനയിലും ഇൻട്രോയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. Xiaomi ഇന്ത്യയിൽ പുതുതായിട്ട് പുറത്തിറക്കിയ Mi 11X Pro എന്ന് പറയുന്ന മൊബൈലിന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്ക് ഇംപ്രഷനുമാണ് ഇന്നത്തെ വീഡിയോ. Xiaomi രണ്ട് വ്യത്യസ്ത വേരിയന്റുകളിലാണ് ഈ മോഡൽ ഇന്ത്യയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് 8GB 128GB മെമ്മറി വരുന്ന ഒരു വേരിയന്റും മറ്റൊന്ന് 8GB 256GB മെമ്മറി വരുന്ന മറ്റൊരു വേരിയന്റ്. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 8GB 256GB മെമ്മറി വരുന്ന വേരിയന്റ് ആണ്. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഞാനൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഒരു മൊബൈൽ വാങ്ങുകയും അന്ന് എനിക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് അതിന്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മൊബൈൽ കിട്ടിയപ്പോൾ ഞാൻ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഈ ഒരു മൊബൈലിന്റെ അൺബോക്സിങ്ങും, രണ്ടാമതായി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മിറർലെസ് ക്യാമറയായ Fujifilm X-T200ന്റെ ഇന്റേണൽ മൈക്കിന്റെ ക്വാളിറ്റിയുമാണ്. എന്റെ എക്സ്റ്റേണൽ മൈക്ക് ഇന്ന് രാവിലെ പണി മുടക്കിയിരിക്കുന്നത് കണ്ടതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയുടെ ഇന്റേണൽ മൈക്കിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. വളരെ നല്ലൊരു പാക്കിങ്ങിലാണ് നമ്മുടെ ഈ MIയുടെ ഈ മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. 108 MB അൾട്രാ ക്ലിയർ ക്യാമറ എന്നുള്ളൊരു ലേബൽ കാണാം. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. 11X Pro X എന്നുള്ള എഴുത്തുണ്ട്. അതും ഒരു ബ്ലാക്ക് കളർ ബോക്സിൽ ഗോൾഡൻ കളർ ലെറ്റേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ MI 11X Pro എന്നുള്ള ലെറ്റേഴ്സ് കാണാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ്. ടോപ്പിൽ വന്നിട്ട് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള എഴുതിയിട്ടുണ്ട്, പ്രൈസും എഴുതിയിട്ടുണ്ട്. പുറകിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ കറക്റ്റ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം MI 11X Pro. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 888 5G രണ്ട് സിം 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz ഫുൾ HD AMO LED ആണ് വന്നിരിക്കുന്നത്. അതിന് 360 Hz സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. 108 MB AI ട്രിപ്പിൾ ക്യാമറയാണ് ഉള്ളത്. 4520 mAh ബാറ്ററിയാണ് വരുന്നത്. അത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയാണ്. LPDDR5 റാം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ 360 ഡിഗ്രി വരുന്ന ലൈറ്റ് സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഇതിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഫോൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തെ ഇങ്ങനെ ഒരു കറുത്ത കവറാണ് കാണുന്നത്. ഇതൊരു പാക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അത്യാവശ്യം ഫോണാവുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫോണിലേക്ക് പോവാം. ഈ രണ്ട് കവറും മാറ്റി അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അതിൽ റാപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഒരു ഫോണായിട്ടാണ് തോന്നുന്നത്. ഇത് ഗ്ലാസ് ആണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീല് തരുന്ന ഒരു ഫോണാണ്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന Vivo V11 Pro ആയിരുന്നു. അപ്പോൾ അത് സ്ലിം ആയിട്ടുള്ളൊരു ഫോണായിരുന്നു. അപ്പോൾ അതിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണിത്. ചെറിയൊരു വെയിറ്റ് തോന്നിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 190 ഗ്രാംസിനടുത്തൊക്കെ വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഡിസ്പ്ലേയിൽ മുകളിലായിട്ട് ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടനും പിന്നെ ഒരു പവർ ബട്ടനും ഒക്കെ കാണുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പീക്കർ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് C ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കൊരു സിം ട്രേ കാണാൻ പറ്റും. സിം ഇടേണ്ടത് ഇവിടെയാണ്. ഇപ്പോഴത്തെ ഒന്നും തന്നെയില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും രണ്ട് സ്പീക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇതൊരു സ്പീക്കറിൻ്റെ ഓപ്ഷനും ഇതൊരു IR ബ്ലാസ്റ്ററുമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റീരിയോ സ്പീക്കർ വരുന്ന ഒരു ഫോണാണ്. പുറകിലേക്ക് വരുമ്പോൾ 3 ക്യാമറയാണ്. അതൊരു പ്രത്യേക ഒരു മോൾഡിനകത്താണ് ആ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. Xiaomi 5G എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. പ്രൈമറി ക്യാമറ വരുന്നത് 108 MBയുടെ സെൻസർ വരുന്ന ഒരു ക്യാമറയാണ്. അത് കഴിഞ്ഞ് വരുന്നത് 8 MBയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. പിന്നെ വരുന്ന ഒരു ടെലി മാത്രം 5 MBയുടെ ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ക്യാമറ പോലൊരു ഭാഗം കാണാം. പക്ഷേ ഇത് ക്യാമറ അല്ല, ഇതൊരു മൈക്കാണ്. റിയർ ഒന്ന് സൂം ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൈക്കാണ് ഈ കാണുന്നത്. കൂടാതെ ഒരു ഫ്ലാഷ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ C ടൈപ്പ് ഓഡിയോ ജാക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം.
നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ കാണുന്നത് പോലെ തന്നെയുള്ള ഇതും കാര്യങ്ങളൊക്കെ. ഒരു കവറും കൂടി കാണുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്ത് ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. C2 3.5 ഓഡിയോ ജാക്കിലേക്കുള്ള ഒരു കണക്ടർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ സിമ്മ് ചെച്ചോ പിന്നിരിപ്പുണ്ട്. ഒരു കേസ് കൂടി വരുന്നുണ്ട്. നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി നമുക്കതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ നോക്കണം. ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് 33 വാട്ടിൻ്റെ ചാർജർ ഉണ്ടാവും. നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ചാർജർ തരുന്നുണ്ടല്ല, പക്ഷേ ഇത് Xiaomi അല്ലെങ്കിൽ Xiaomi നമുക്ക് ചാർജർ കൂടി നൽകുന്നുണ്ട്. ഇതിൽ ചാർജിങ് കേബിൾ ഇത്രയാണ് നമുക്കിവിടെ ഉള്ളത്. അതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ വീണ്ടും ഫോണിലേക്ക് വരാം. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓണാകുമ്പോൾ MIയുടെ പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ, നല്ല ഇൻഹാൻഡ് ഫീല് നന്നായിട്ട് വരുന്നൊരു ഫോണാണ്. 5G എന്നുള്ള എഴുതി കാണിക്കുന്നുണ്ട്. MIUI ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 12 ആണ്. 12-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് എടുത്ത് പോവുകയാണ്. ഇപ്പോഴും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത്. നല്ലൊരു ഫീല് തരുന്നുണ്ട് ഫോണിന്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ സെറ്റിങ്സിനകത്തോട്ട് പോയി ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സ് ഞാനൊന്ന് കാണിക്കാം. ഞാൻ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇത് നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രീമിയം ഫോണിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിലേക്ക് മാറുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞാൽ എബൌട്ട് ഫോൺ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റിയ MIUI 12 ആണ് വെർഷൻ. സ്റ്റോറേജിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ ഏതാണെന്ന് നോക്കാം. ആൻഡ്രോയിഡ് വെർഷൻ 11ലാണ് ഈ ഫോൺ ഉള്ളത്. ക്യാമറയെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല. പിന്നെ ഇതിൽ MIയുടെ ഒരു സ്റ്റോറിൻ്റെ ഉണ്ട്. അധികം ആപ്ലിക്കേഷനൊന്നും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല സാധാരണ ഉള്ള പോലെ. അപ്പോൾ നമ്മുടെ മൊബൈൽ പൂർണ്ണമായിട്ട് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിലിപ്പോൾ ബാക്ക് കവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പേ ആദ്യം യൂസ് ചെയ്തിരുന്നത് സാംസങ്ങിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് വിവോയുടെ ഫോണിലേക്ക് വന്നത്. വിവോയുടെ ഫോൺ ഇപ്പോൾ ഡിസ്പ്ലേ പോയി കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോണിലേക്ക് മാറിയത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫേസ് ലോക്കും ഫിംഗർ പ്രിൻ്റൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്ന ഈ സൈഡിലാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഈ സൈഡിലേക്കാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. ഇതിന്റെ ബാക്ക് ഫ്രണ്ട് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത പാടുകളൊക്കെ ഒരുപാടായിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. ഇതിപ്പോ സിയോമിയുടെ സാധാ ഫോണുകളെക്കാട്ടും ഒരുപാട് വെയിറ്റ് കുറച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ബാക്കി ക്യാമറയൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് എനിക്കൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നി. ഡിഫക്റ്റ് അല്ല, ഇത് ഒന്ന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയത്. ഇത് LED ഡിസ്പ്ലേ ഒക്കെ വരുന്നതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വന്നിട്ടേ കൊള്ളാമെന്ന് തോന്നി. കാരണം ഇതിൽ അങ്ങനെയായിരുന്നു, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിന്റെ പ്രൈസിങ് വരുന്നത്
8GB 128GB ഫോൺ വന്നിട്ട് നമുക്ക് 39,999 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഇതിന്റെ 8GB 256GB മെമ്മറി വേരിയന്റ് വരുന്നത് 41,999 രൂപയ്ക്കാണ് വരുന്നത്. ഇത് ഡുവൽ സിം 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് മെമ്മറി കൂടിയ ഫോൺ തന്നെ വാങ്ങുക. മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് എനിക്കൊരു നല്ല അഭിപ്രായമാണുള്ളത്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് MI സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ പിൻകോഡ് ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ 1, 2021 അപ്പോൾ ഇന്ന് വരെയും MI സ്റ്റോറിലൂടെ ഈ ഫോൺ വാങ്ങിക്കുന്നവർക്ക് HDFC ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 4,000 രൂപ ഡിസ്കൗണ്ട്, പിന്നെ അത്യാവശ്യം നല്ലൊരു EMI കിട്ടുന്നുണ്ട്. നോ കോസ്റ്റ് EMI ഒക്കെ ഇന്നിപ്പോൾ നിലവിലുണ്ട്. ആമസോണിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് 3,000 രൂപയുടെ ഡിസ്കൗണ്ടും കൂടാതെ നോ കോസ്റ്റ് EMI കിട്ടുന്നുണ്ട്. നോ കോസ്റ്റ് EMI ഇപ്പോൾ മിക്കവാറുള്ള എല്ലാ കാർഡുകൾക്കും ഈ ഒരു ഫോണിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ഫോണിനെ കുറിച്ചുള്ള മറ്റ് റിവ്യൂ, ക്യാമറ യൂസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് യൂസർ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ റിവ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ കമന്റും ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ.